ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോ ഒരു ക്രിസ്മസ് ക്രാഫ്റ്റ് ആണ് കേട്ടോ. നേരത്തെ ഒരു ക്രിസ്മസ് ട്രീഡ് ചെയ്തായിരുന്നു, അതുപോലെ തന്നെ വേറൊരു ക്രിസ്മസ് ക്രാഫ്റ്റ് ആണിത്. ഇതൊരു റീത്താണ്, ക്രിസ്മസ് റീത്താണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യം, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എനിക്കൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ നല്ല ലൈറ്റ് ഗ്രീൻ പേപ്പർ കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. എനിക്കിപ്പോൾ ലൈറ്റ് ഗ്രീൻ പേപ്പർ കിട്ടിയില്ല. കഴിഞ്ഞ തവണ ഇതുപോലെ ട്രീ ഉണ്ടാക്കിയപ്പം പേപ്പറിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് ഇത് ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ്. പക്ഷേ വന്നപ്പോഴത്തേക്കും ഈ ഒരു കളറാണ്. ഇത് ഡാർക്ക് ഗ്രീൻ ആണ്. കുറച്ചൊരു ലൈറ്റ് ഗ്രീൻ ആണെങ്കിൽ കുറച്ചൊരു നല്ല ഭംഗി ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത് കേട്ടോ. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല ഈസിയാണ് ചെയ്യാനായിട്ട്. അതുപോലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആവശ്യമില്ല, എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ എനിക്ക് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാനിതിൻ്റെ ഇടയ്ക്ക് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു റിബൺ ഉണ്ടാക്കിയായിരുന്നു. ഈ റീത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു റിബൺ പോലെ ഉണ്ടാവും റെഡ് കളറിൽ. ശരിക്കും ഗ്രീൻ റെഡ് ആണല്ലോ ക്രിസ്മസിൻ്റെ ഒരു മെയിനായിട്ട് ഇതിൽ ട്രീയിലൊക്കെ ആണെങ്കിലും കാണുന്നത്. അപ്പോൾ എനിക്ക് റെഡും കിട്ടില്ല. അപ്പോൾ റെഡിന് വരെ ഞാൻ ഓറഞ്ച് കളർ എടുത്തത്. റെഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഓറഞ്ച് എടുത്തത്. പക്ഷേ ആ റെഡും നിങ്ങൾക്ക് ആ ഒരു റെഡ് ഉപയോഗിക്കുമായിരിക്കും നല്ലത്. ഞാൻ ഓറഞ്ച് കളർ റിബണാണ് ഉണ്ടാക്കിയത് കേട്ടോ. അത്രയുമാണ് പറയാനുള്ളൂ. ബാക്കിയെല്ലാം സിമിലർ ആണ്. പിന്നെ നിങ്ങൾ കണ്ടു നോക്കാം, വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാനും മറക്കല്ലേ കേട്ടോ. നമുക്ക് ഈ ഒരു വിശറി പോലത്തെ സാധനം ഉണ്ടല്ലോ, ഇതാണ് കുറച്ചധികം വേണ്ടത്. അപ്പോൾ നമുക്ക് സമയം കിട്ടുന്ന പോലെ ഇത് അധികം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ബാക്കി കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ വിശറി പോലത്തെ സംഗതി ഉണ്ടല്ലോ, അത് അധികം ഉണ്ടാക്കി വെക്കുക. ഇത് എത്ര അധികം ഉണ്ടോ അത്ര നല്ലതാണ്. ഞാനത് കുറേ ഉണ്ടാക്കിയെങ്കിലും റീത്ത് ഉണ്ടാക്കിയ സമയത്ത് ഞാൻ അധികം ഉപയോഗിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കുറച്ചുകൂടി അധികം ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് തിക്കായിട്ട് അത് വയ്ക്കുകയും ചെയ്യാം. കുറച്ച് നല്ല രസമായിരിക്കും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് അടുപ്പിച്ച് ഈ ഒരു റീത്തിൽ ഈ ഒരു സാധനം, ഈ വിശറി പോലത്തെ ഈ സംഗതി കുറച്ചുകൂടി അടുപ്പിച്ച് വയ്ക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. എനിക്ക് കുറച്ച് ബാക്കിയും വന്നു, പക്ഷെ ഞാനത് ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. അത് ഞാൻ ഓർപ്പിച്ചു എന്നുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ കുറച്ചധികം ഉണ്ടാക്കി വെച്ചു. പിന്നെ ഞാൻ പറഞ്ഞു കളർ ശ്രദ്ധിക്കാന്നുള്ളത്. എനിക്ക് എപ്പോഴും ഈ കൊറോണ സമയമൊക്കെ ആയതുകൊണ്ട് കടകളിലൂടെ എനിക്ക് കയറി ഇറങ്ങി നടക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഒരു കടയിൽ പോയി അവിടെ പിന്നെ കറക്റ്റ് കളർ കിട്ടിയില്ല. അപ്പോൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് അതും ഈ ഒരു കളറാണ് വന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു അതുകൊണ്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കൂടുതൽ ഈ കടകളിൽ കയറി നടക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഉള്ള കളർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് ലൈറ്റ് ഗ്രീൻ കളർ കിട്ടുമോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് വെച്ച് ഉണ്ടാക്കുകയായിരിക്കും നല്ലത്. ഇനി വേറൊന്നുമില്ല, ഗ്ലൂഗൺ വേണം. ഗ്ലൂഗൺ ആണ് ഇതിൻ്റെ ബെസ്റ്റ്. കാരണം ഗ്ലൂഗൺ ആയിരിക്കുമ്പോൾ നന്നായിട്ട് ഒട്ടിയിരുന്നോളും, അത് പറഞ്ഞു പോരില്ല. മറ്റ് വേറെ എന്ത് ഫെവിക്കോളോ എന്ത് യൂസ് ചെയ്താലും അത്രയ്ക്കും ഒരു പെർഫെക്ഷൻ വരില്ല. അപ്പോൾ അതുകൊണ്ട് ഗ്ലൂഗൺ ഉപയോഗിക്കുക.
ഞാൻ കഴിഞ്ഞ ക്രിസ്മസിന് ക്രിസ്മസ് സ്റ്റാറൊക്കെ ഉണ്ടാക്കിയ സമയത്ത് വാങ്ങിച്ച ഗ്ലൂഗൺ ആണിത്. അത് ഇങ്ങനത്തെ യൂസിനൊക്കെ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. കാരണം ഇത് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ ഈ ഗ്ലൂഗൺ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണിത്. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുക. സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല, അടുപ്പിച്ച് ആ ഒരു ചെറിയ ഷേപ്പിലുള്ള സംഭവം കുറച്ചുകൂടി അടുപ്പിച്ച് വയ്ക്കുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അത്രേ ഉള്ളൂ. ഇതിങ്ങനെ ജസ്റ്റ് ചുറ്റി ഫുള്ള് വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ മേളിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടൊരു പോം വയ്ക്കാം. അതുപോലെ തന്നെ റിബൺ ഉണ്ടാക്കണ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, റിബണിൽ റെഡ് കളറായിരിക്കും നല്ലത്. പിന്നെ ഈ കാർഡ്ബോർഡ് അത് നമ്മളതിൽ ഒരു വട്ടത്തിൽ നന്നായിട്ട് വെട്ടിയെടുക്കുക. കാർഡ്ബോർഡ് ഞാൻ കുറച്ച് ചെറുതാണ് വെട്ടിയെടുത്തത്, റൗണ്ട് ഷേപ്പ്. കുറച്ചുകൂടി നല്ല വലുപ്പത്തിൽ വെട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വലിപ്പമുള്ള റീത്ത് ഉണ്ടാക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ റിബൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേപ്പർ എടുത്തത്. റെഡിന് പകരം ഓറഞ്ചാണ് എടുത്തേക്കുന്നത്, റെഡ് ഇല്ലാത്തത് കൊണ്ട്. അത് നമ്മൾ 15x15 സെൻറ്റിമീറ്റർ വലിപ്പമുള്ളൊരു പേപ്പറാണ് എടുത്തത്. അത് നമ്മൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് നമുക്ക് റിബൺ ഈസി ആയിട്ട് കിട്ടും. ഇനി നമ്മൾ ഈ സൈഡിൽ നിന്ന് ഒരു കർവ് ഷേപ്പിൽ, നേരെ സ്ട്രെയിറ്റ് ആയിട്ടില്ല, ജസ്റ്റ് ഒരു കർവ് പോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ ഞാൻ എളുപ്പത്തിന് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഒരു പെൻസിൽ കൊണ്ട് ആദ്യം വരച്ചിട്ട് ചെയ്തത്. അങ്ങനെ ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ ആദ്യം ഈ ഒരു ഗം യൂസ് ചെയ്തെങ്കിലും എനിക്കത് സ്റ്റിക്കായില്ല. അപ്പോൾ ഞാൻ അതിനും ഗ്ലൂഗൺ തന്നെയാണ് യൂസ് ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത്, ഗ്ലൂഗൺ ആയിരിക്കും ഏറ്റവും നല്ലത്. ഗ്ലൂഗൺ വെച്ച് ഒട്ടിയാൽ പിന്നെ അത് പറഞ്ഞു പോരില്ല. ബാക്കി എന്ത് ഗം യൂസ് ചെയ്തിട്ടും എനിക്കത് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാനിത് ഫുള്ള് ഈ ഒരു റീത്ത് ഉണ്ടാക്കാനായിട്ട് ഗ്ലൂഗൺ ആട്ടോ യൂസ് ചെയ്തത്.